ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച മുസ്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പരിശുദ്ധ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളുടെ കൂട്ടത്തിൽ നാം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നെഹസ് എന്ന ആശയം. അത് പരിശുദ്ധ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നെഹസ് എന്ന ആശയം നമ്മുടെ ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യും. ഇത് അടിസ്ഥാനം ഉള്ളതാണ് എന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. നെഹസ് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നെഹസ് ഉണ്ട് എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് നമ്മൾ അർത്ഥമാക്കപ്പെടുന്നത് നെഹസ് ഉണ്ടെന്ന് പറയുന്ന സമയത്തിന് ബറക്കത്ത് കുറവാണ് എന്നതാണ്. ബറക്കത്തിന്റെ ലിദ്ദിലാണ്, ബറക്കത്തിന്റെ വിപരീത ദിശയിലാണ് നെഹസിനെ സങ്കല്പിക്കപ്പെടുന്നത്. ചില ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ. ഉദാഹരണം, വെള്ളിയാഴ്ച ബറക്കത്തുള്ള ദിവസമാണ്. ചില ദിവസങ്ങൾ നമ്മൾ അകറ്റി നിർത്താറുണ്ട്. ഉദാഹരണം, ചൊവ്വാഴ്ച. അതേക്കുറിച്ചുള്ള ഒരു മുൻധാരണ സമൂഹത്തിൽ പാരമ്പര്യമായി ഉണ്ട് എന്നത് ഒരു വലിയ സത്യമാണ്. നെഹസ് ശക്തമായ ദിവസങ്ങൾ ഉണ്ട് എന്നത് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നെഹസ് ശക്തമായ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച. ഒന്നുകൂടി പറയാം, അറബി മാസത്തിലെ എല്ലാ അവസാന ബുധനാഴ്ചകളും നെഹസാണ്. സഫർ മാസം വരുമ്പോൾ അത് ശക്തമായ നെഹസായി മാറുന്നു എന്നുള്ളതാണ് മഹാന്മാരായ തസവുഫിന്റെ ഉലമാ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഇതേക്കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് മഹാനായ അഹമ്മദ് കോയ ശാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലും കുറിപ്പുകളിലുമൊക്കെ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച ശക്തമായ നെഹസ് ഉണ്ട് എന്നതിനെ കൃത്യമായി സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെ അടിസ്ഥാനത്തിലും മറ്റുമായി ഖുർആൻ വ്യാഖ്യാനത്തിലുമൊക്കെയായി സൂചിപ്പിക്കുന്നുണ്ട്, ശക്തമായ നെഹസ് ഉള്ള ദിവസം പല ആപത്തുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരു ചരിത്രം ഖുർആൻ നമ്മുടെ മുന്നിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആദ് സമൂഹത്തിന് 7 രാത്രിയിലും 8 പകലിലുമായി വന്നിട്ടുള്ള ശിക്ഷ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ആ 7 രാത്രിയും 8 പകലും ഉൾപ്പെടുന്ന ആ സമയം നെഹസുള്ള സമയമായിരുന്നു എന്ന്. അതായത് നെഹസ് ശക്തമായ ദിവസങ്ങളിൽ ആപത്തുകൾ പ്രതീക്ഷിക്കാമെന്ന് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. ഏത് സമൂഹത്തിന്റെ നേരെ അള്ളാഹു ഒരു കാറ്റിനെ പറഞ്ഞയച്ചു. തുടരെയുള്ള കാറ്റ്. ആ കാറ്റില് തണുപ്പും ചൂടും മാറി മാറി വരുന്ന കാറ്റ്. ശക്തമായ തണുപ്പ്, ശക്തമായ ചൂട്. അങ്ങനത്തെ കാറ്റിനെ ഏത് സമൂഹത്തിന്റെ നേരെ അള്ളാഹു ഒരു ശിക്ഷ എന്നോണം അയച്ചു. എന്നാണ് അയച്ചത്? ഖുർആന പറയുന്നത് ഫി അയ്യാമിൻ നഹിസാത്തിൻ, നെഹസുള്ള ദിവസങ്ങളിൽ. അപശകുനമൊക്കെ പറയാറുണ്ടല്ലോ. നെഹസ് ഉള്ള ദിവസങ്ങളിൽ, ബറക്കത്ത് കുറഞ്ഞ ദിവസങ്ങളിൽ. ദുനിയാവിൽ നിസ്സാരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശിക്ഷ, അവരെ നിസ്സാരപ്പെടുത്തുക എന്നതായിരുന്നു ശിക്ഷ. അതിനുവേണ്ടി നെഹസുള്ള ദിവസങ്ങളിൽ അവർക്ക് ചൂടും തണുപ്പും മാറി മാറി വരുന്ന കാറ്റ് തുടർച്ചയായി അള്ളാഹു അയച്ചു.
അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നഹ്സ് ശക്തമായിട്ടുള്ള ദിവസങ്ങളിൽ ആപത്തുകൾ പ്രതീക്ഷിക്കാമെന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ അടിവരയിടുന്നതാണ് ഈ ആയത്ത്. ഒന്നുകൂടി പറയുന്നു, സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നഹ്സ് ശക്തമായ ദിവസമാണ്. ഇനി കേട്ടോളൂ, നമ്മളിപ്പോ ഓതിയ ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസഫി തങ്ങൾ റൂഹുൽ ബയാനിൽ, മഹാനായ ഇമാം ആലൂസി തങ്ങൾ റൂഹുൽ മആനിയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാഖ്യാനം. സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് കൊടുക്കുന്ന അർത്ഥം കണ്ടോളൂ, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വ്യാഖ്യാനം കണ്ടോളൂ. അൽ അയ്യാമു കുല്ലുഹാ ലില്ലാഹി തആല, ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുന്ന എല്ലാ ദിവസവും, ഞായറാവട്ടെ, തിങ്കളാവട്ടെ, വെള്ളിയാവട്ടെ, ചൊവ്വയാവട്ടെ, ശനിയാവട്ടെ, എല്ലാ ദിവസവും നമ്മൾ ജീവിച്ചു പോകുന്ന എല്ലാ ദിവസങ്ങളും ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെതാണ്. പക്ഷേ ലാകിന്നഹു സുബ്ഹാനഹു വ തആല ഖലഖ ബഅലഹാ നുഹൂസൻ വ ഖലഖ ബഅലഹാ സുഊദാ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറുന്ന, സന്തോഷമായി മാറുന്ന, സങ്കടമായി മാറുന്ന എല്ലാ ദിവസങ്ങളെയും അല്ലാഹ് പടച്ചതാണ്. അല്ലാഹ് പടച്ച ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ അവൻ നഹ്സുള്ള ദിവസമായി പടച്ചു. അല്ലാഹ് പടച്ച ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ അവൻ വിജയത്തിന്റെ ദിവസങ്ങളായി പടച്ചു. എന്റെ വകയല്ല. സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിർ, മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ മുത്തുനബിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നതായി ഇമാം ആലൂസി റൂഹുൽ മആനിയിൽ സൂറത്ത് ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നതായി കാണാം. എല്ലാ അറബി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ബുധനാഴ്ചയും നഹ്സാണ്. അത് സഫർ മാസത്തിൽ വരുമ്പോൾ ശക്തമായ നഹ്സാണ്. അതുകൊണ്ട് സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധൻ ഒടക്ക് ബുധൻ എന്ന സാധാരണ പറയാം. ഒടക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് നിലയിലെ ഒടക്കാണ്. അത് ഒടുക്കിലെ ബുധൻ എന്ന്, അതായത് അവസാനത്തെ ബുധൻ എന്നും, അല്ലെങ്കിൽ എല്ലാ നന്മകൾക്കും ഒടക്ക് വെക്കുന്ന ഒരു ബുധൻ എന്ന അർത്ഥത്തിലും ഒടക്ക് ബുധൻ എന്ന മലയാള പ്രയോഗം നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം നേടിയതാണ്. ഇനി കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടോ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനമായി അദ്ദേഹത്തിന്റെ ദുറുൽ മൻസൂർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ആഖിറു അർബിആ ഫിശ്ശഹരി യൗമുൻ ഹസിം മുസ്തമിർ, മാസങ്ങളിൽ അവസാനത്തെ ബുധനാഴ്ച ശക്തമായ അവസാനത്തെ ബുധനാഴ്ച നഹ്സ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസ അവസാനത്തെ ബുധനാഴ്ച, അത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ കൂടുതൽ നഹ്സുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു ഒരുപാട് അദാബുകൾ ഇറക്കുന്നു, ആപത്തുകൾ ഇറക്കുന്നു എന്ന് മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പറയുന്നുണ്ട്. സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച ഒരുപാട് ആപത്തുകൾ ഭൂമിയിൽ വരുന്നുണ്ട്. അള്ളാഹുവോട് അത്തരം ആപത്തുകളിൽ നിന്നും കാവൽ തേടേണ്ട ദിവസമാണ് സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇത് കൃത്യമായി ഉണർത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുജറബാത്തിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിൽ മഖാം ഇബ്രാഹിമിന്റെ ചാരത്ത് ദറസ് നടത്തിയിരുന്ന മഹാപണ്ഡിതൻ, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ അല്ലാമ അബ്ദുൽ ഹമീദ് അലി അബ്ദുൽ ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിലും രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയെ കുറിച്ച് ഇവരൊക്കെ പറയുന്നത്? കശ്ഫിന്റെയും തംകീനിന്റെയും അവകാശികളായ മഹാത്മാരായ ഒരുപാട് ആത്മജ്ഞാനികൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവര് പറയുന്നു എന്നാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. എന്താണ്? എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച 3,20,000 ആപത്തുകൾ ഭൂമിയിൽ ഇറങ്ങുന്നുണ്ടെന്ന 3,20,000 ആപത്തുകൾ ഭൂമിയിൽ ഇറക്കപ്പെടുന്നുണ്ട്. എപ്പോ? എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച ഭൂമിയിൽ 3,20,000 ആപത്തുകൾ ഇറക്കപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ വകയല്ലാട്ടെ പറയുന്നത്, ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അല്ലാമ
അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൻസുൻ നജാഹി വസ്സുറൂറിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുജറബാത്തിലുണ്ട്. ഈ രീതിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച 3,20,000 ആപത്തുകൾ ഭൂമിയിൽ ഇറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസമാണ് ആ ദിവസമെന്ന് മഹാന്മാര് പറയുന്നു. ആ ദിവസത്തിൽ അള്ളാഹുവോട് കൂടുതൽ കാവൽ തേടണം. പ്രത്യേകിച്ച് സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച ഒരു മനുഷ്യൻ പരമാവധി നിസ്കാരം വർദ്ധിപ്പിക്കണം. കാരണം എന്താ? നിസ്കാരം വലിയ വലിയ ആപത്തുകൾക്ക് കാവലാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3,20,000 ആപത്തുകളെ പ്രത്യേകം ഇറക്കപ്പെടുന്ന ഒരു ദിവസം സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ നിസ്കാരം, പല നിസ്കാരങ്ങളും നമുക്ക് നിസ്കരിക്കാവുന്നതാണെന്ന്. ളുഹ നിസ്കാരം ഉണ്ടല്ലോ, തസ്ബീഹ് നിസ്കാരങ്ങളുണ്ടല്ലോ, മറ്റേതെങ്കിലും നിസ്കാരങ്ങളൊക്കെ നമുക്ക് അന്ന് പരമാവധി വർദ്ധിപ്പിക്കാം എന്ന് സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച. എന്നാൽ മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പ്രത്യേകമായി പറയുന്നുണ്ട്, ഒരു 4 റക്അത്ത് അന്ന് നമ്മൾ മുത്ലഖൻ സുന്നത്ത് നിസ്കരിക്കണം. മുത്ലഖൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ 4 റക്അത്ത് അന്ന് നിസ്കരിക്കണം. ഞാൻ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 2 ആയിട്ടാണ് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിയ്യത്ത് ചെയ്തിട്ട് നിസ്കരിക്കാം. സലാം വിട്ടിക്കണ്ട് പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുക. പ്രത്യേകം നിസ്കരിച്ചിരിക്കണം മുത്ലഖൻ സുന്നത്ത് നിസ്കാരം. ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ കൗസർ 17 പ്രാവശ്യം ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ അത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. ആദ്യത്തെ റക്അത്തിൽ 17 പ്രാവശ്യം ഇന്നാ അഅ്തൈനാകൽ കൗസർ സൂറത്തുൽ കൗസർ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ സലാം വിട്ടുല്ലോ. മൂന്നാമത്തെ റക്അത്ത് 4-ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞ ശേഷം ഒരു ഫലക്ക്, അടുത്ത റക്അത്തിൽ ഒരു നാസ്, ഇങ്ങനെ നിസ്കരിക്കുക. 4 റക്അത്ത് മുത്ലഖൻ സുന്നത്ത് നിസ്കാരം. എന്തായാലും ഈ രണ്ട് സലാം വിട്ടിയാണ് നിസ്കരിക്കേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത്, ആ കുഞ്ഞു സൂറത്ത്, അത് 17. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് 5. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ഫലക്ക്. 4-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു നാസ്, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. ഓതിയിട്ട് സലാം വീട്ടി ഇനി പറയാൻ പോകുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അന്നത്തെ ദിവസം ഇറക്കപ്പെടുന്ന ആപത്തുകളിൽ നിന്നും കാവലാണെന്ന് മഹാന്മാരായ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുജറബാത്ത്, അതുപോലെ തന്നെ കൻസുൻ നജാഹി വസ്സുറൂർ, ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നഅത്തുൽ ബിദായ തുടങ്ങുന്ന കിതാബുകളൊക്കെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദുആ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 റക്അത്ത് മുത്ലഖൻ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരു ദുആ ഉണ്ട്. ഏതാ ദുആ? ദുആ കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ യാ ശദീദൽ ഖുവാ യാ ശദീദൽ ഖുവാ വയാ ശദീദൽ മിഹാൽ യാ അസീസ് ذلت لعزتك جميع خلقك اكفني من جميع خلقك يا محسن يا مجمل يا منعم يا مكرم يا من لا إله إلا أنت برحمتك يا أرحم الراحمين. اللهم بسر الحسن وأخيه وجده وأبيه اكفني شر هذا اليوم وما ينزل فيه يا كافي المهمات يا دافع البليات فسيكفيكهم الله
വഹുവസ് സമീഉൽ അലീം വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഈ ദുആഇന്റെ ആശയം അല്ലാഹുവോട് അഭയം തേടലാണ്, ആപത്ത് മുസീബത്തുകളിൽ നിന്നും അഭയം തേടലാണ്. മൊത്തത്തിൽ അങ്ങനെയാണ് ഈ ദുആഇന്റെ ഒരാശയം. സമയദൈർഘ്യത ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കാൻ വരുന്നില്ല. ഈ ദുആ നേരത്തെ പറഞ്ഞ 4 റക്അത്ത് നിസ്കരിച്ച ശേഷം ചൊല്ലിയാൽ വലിയ അഥർ ഉണ്ട് എന്ന് പ്രത്യേകം മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നു. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് സൂചിപ്പിക്കുകയാണ്, പ്രത്യേക ശ്രദ്ധിക്കുക. സൂഫിയാക്കന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു നിസ്കാരമാണ് ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതായത് 4 റക്അത്ത് മുത്തലഖ് നിസ്കാരം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് 17 പ്രാവശ്യം ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് 5 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്. സലാം വിട്ട 3-ാമത്തെ റക്അത്ത് 4-ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഒരു ഫലഖ്, 4-ാമത്തെ റക്അത്തിൽ ഒരു നാസ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഓതിയ ദുആ. ഇവിടെ ഈ നിസ്കാരത്തെ കുറിച്ച് സൂഫിയാക്കന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നാം മനസ്സിലാക്കണം, സൂഫിയാക്കൾ പറയുന്ന നിസ്കാരത്തിൽ അല്ലെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നിടത്ത് കൃത്യമായ ഫിഖ്ഹിന്റെ ഇടപെടലും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഫുഖഹാക്കൾ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പറഞ്ഞതായി കാണുന്നില്ല. എന്നാൽ സൂഫിയാക്കന്മാർ പറഞ്ഞ ചില നിസ്കാരങ്ങളും മറ്റ് ഫുഖഹാ എതിർത്തപ്പോ ഈ നിസ്കാരത്തെ എതിർത്തിട്ടുമില്ല. അതുകൊണ്ട് ഇത് നിസ്കരിക്കണവർക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കാം. ഏതായാലും ആ കാര്യത്തിൽ വല്ലാതെ നിർബന്ധിക്കുന്നില്ല. 4 റക്അത്ത് നിസ്കരിക്കാന്നേ ഉള്ളൂ. അത് ഏത് നിസ്കരിക്കാം, നിസ്കരിച്ചാലും മതി. നിസ്കാരം കൊണ്ട് അഭയം തേടണം എന്ന ഒരു ആശയം തസവുഫിന്റെ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. നിസ്കാരം കൊണ്ട് അഭയം തേടണം. ആ നേരത്തെ ചൊല്ലിയ ദുആ ചൊല്ലുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം കൊണ്ട് അഭയം തേടുക എന്നുള്ളതാണ് ആപത്തുകളെ തടയാനുള്ള ഏറ്റവും വലിയ മാർഗം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ ശക്തി. അൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ജലസ അഹദുകും ഫിസ്സലാത്തി, നിങ്ങളിൽ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്തിന് വേണ്ടി ഒരു ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തത്തിന്റെ നേരത്തെ ഫലഖുൽ നമ്മൾ പറയുന്നതാ അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലാത്തു വത്ത്വയ്യിബാത്ത്. ഇവിടെ ഈ പറയുന്ന പദക്രോഡീകരണം അത്തഹിയാത്തിലെ ഫർദായ പദങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സുന്നത്തായ പദങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്ന അത്തഹിയാത്താവുന്നത്. ഏതായാലും അത്തഹിയാത്തിന്റെ ഫർദായ പദങ്ങളിൽ ഉണ്ടല്ലോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അള്ളാഹുവിന്റെ രക്ഷ ഞങ്ങളിൽ ഉണ്ടാവട്ടെ, അവന്റെ എല്ലാ ഇഷ്ടദാസന്മാരിലും അടിമകളിലും ഉണ്ടാവട്ടെ. ഇതൊരു ദുആയാണ്, അത്തഹിയാത്തിലുള്ളതാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഇനിയാണ് കേൾക്കേണ്ടത്. ഫഇന്നഹു ഇദാ ഖാല ദാലിക അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്നത് ഒരു അടിമ പറയുമ്പോൾ അസ്വാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർളി, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ സ്വാലിഹീങ്ങളായ അടിമകൾക്കും ഈ ദുആ എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഗുണം കിട്ടാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. നിസ്കാരം ആപത്തുകൾ വരുമ്പോൾ നിസ്കാരം കൊണ്ട് നമ്മൾ അഭയം തേടാം. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം അബൂ ദാവൂദിന്റെ സുനന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഔനുൽ മഅബൂദിൽ കാണുന്ന ഒരു ഹദീസാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് അന്ന അബ്ദുല്ലാഹി ഇബ്നുൽ അബ്ബാസ് ബൈനഹു ബിൽ ബസ്റ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബസ്റയിൽ വെച്ച് വഹു അമീറുൻ അലൈഹ, ബസ്റയിലെ അമീറാണ്, ഗവർണറാണ്. മഹാനവറുകളെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ബസ്റയിലെ ഗവർണറായി നിശ്ചയിച്ചു. ആ കാലഘട്ടത്തിൽ ബസ്റയിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി, പള്ളിയിലേക്ക് ഓടി. ഭൂമി കുലുങ്ങുമ്പോൾ പള്ളിയിലേക്ക് ഓടി, ജനങ്ങളും കൂടെ ഓടി. എന്നിട്ടോ മഹാനവറുകൾ അവിടെ ചെന്നുകൊണ്ട് 4 റക്അത്ത് നിസ്കരിച്ചു.
4 റക്അത്തിൽ നിസ്കാരത്തിന്റെ ദൈർഘ്യത കൂടി. വലിയ സൂറത്ത് ഓതാൻ തുടങ്ങി. നിസ്കാരം കൊണ്ട് അഭയം. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ടോ മഹാനവറുകളുടെ കൂടെ ജനങ്ങളും നിസ്കരിച്ചു. ഹാദിഹി സ്വലാത്തുൽ ആയാത്ത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ആപത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ക്ഷോഭങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുമ്പോ അന്നേരം നിസ്കരിക്കേണ്ട ആപത്ത് തടയുന്ന നിസ്കാരമാണ് ഈ നിസ്കാരങ്ങൾ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു ആപത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം ആണ് എങ്കിൽ ആ ദിവസത്തിൽ നമ്മൾ നിസ്കാരം കൊണ്ട് അഭയം തേടണം എന്നതാണ് മഹാന്മാരായ തസവുഫിന്റെ ഉലമാ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു, സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധൻ നഹസ് ശക്തമായ ദിവസമാണ്. നഹസ് ശക്തമായ ദിവസങ്ങളിൽ ഭൂമിയിൽ ആപത്തുകൾ പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ആപത്തുകൾക്ക് കാവലായി നിസ്കാരം കൊണ്ട് നിങ്ങൾ വ്യാപൃതരാവണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. നിസ്കാരത്തിന് ശേഷം ഒരു ദുആ പറഞ്ഞിരുന്നു, ഞാൻ ആവർത്തിക്കുന്നില്ല, സുദീർഘമായ ദുആ. ഇനി പറയുന്നു, സഫർ മാസത്തിലെ ഒടുവിലെ ബുധൻ സൂറത്ത് യാസീൻ പ്രത്യേകമായി ഓതൽ നല്ലതാണ്. സൂറത്ത് യാസീൻ മഹാന്മാരായ പണ്ഡിതന്മാർ ആരിഫീങ്ങൾ പ്രസ്താവിക്കുന്നു, സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ഒടുവിലെ ബുധൻ യാസീൻ സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്താണത്രേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഓതാം. ആപത്തുകൾക്ക് കാവലാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്തു വരുമ്പോ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്യും. പാരായണം ചെയ്തു വരുമ്പോൾ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സൂറത്ത് യാസീനിലെ ഈ ആയത്ത് വരുമ്പോൾ അത് 313 തവണ ആവർത്തിക്കണം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റബ്ബിന്റെ സലാമത്താണ് പറയുന്നത്, അള്ളാഹുവിന്റെ കരുണയാണ് പറയുന്നത്. ബുധൻ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നമ്മള് സൂറത്ത് യാസീൻ ഓതൽ സുന്നത്താണ്. അന്ന് ഈ സൂറത്ത് യാസീൻ ഓതുമ്പോ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുമ്പോ 313 പ്രാവശ്യം ആ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ബാക്കി ഓതണം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 313 ഓതി കഴിയുമ്പോ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 313 ഓതിയിട്ടാണ് അടുത്ത ആയത്തിലേക്ക് പോകുന്നത്. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കൻസുൻ നജാഹി വസ്സുറൂറിന്റെ 98ാമത്തെ പേജിൽ അത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നഹസ് ശക്തമാണ് എന്ന ഒരു ബോധത്തോടുകൂടെ, നഹസ് ശക്തമായ ദിവസങ്ങളിൽ ആപത്തുകൾക്ക് സാധ്യതയുണ്ട് എന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തെയും മാനിച്ച് നമുക്ക് ആ ദിവസത്തിൽ നിസ്കാരം കൊണ്ട് അഭയം തേടാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് നിസ്കാരം വേണമെങ്കിലും നിസ്കരിക്കാം. പ്രത്യേകിച്ച് സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച ഒരു 4 റക്അത്ത് മുത്തലക്ക നിസ്കരിക്കാം. മുത്തലക്ക നിസ്കാരം വെറും സുന്നത്ത് നിസ്കാരം നിന്ന് നെയ്യത്ത് ചെയ്തിട്ട് കൈയ്യട്ടി നിസ്കരിക്കാം. 4 റക്അത്ത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. സുന്നത്ത് നിസ്കാരം എപ്പോഴും നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോ ആ 4 റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് 17 ഇന്നാഅതൈനാകൽ കൗസർ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് 5 ഖുൽ ഹുവല്ലാഹു അഹദ്, മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഒരു ഖുൽ അഊദു ബിറബ്ബിൽ നാസ്. ആ രീതിയിലെങ്കിലും നമ്മൾ നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ വലിയ ദുആ അതും ചൊല്ലാം. പിന്നെ സൂറത്ത് യാസീൻ ഒരെണ്ണം ഓതാം. അതിനുശേഷം സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ ഇടയിലായിട്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുമ്പോൾ അത് 313 പ്രാവശ്യം. ആപത്ത്, മുസീബത്തുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരാതെ റബ്ബിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുക. ഒരു രോഗത്തിന്റെ അണുവായിരിക്കുമെന്ന് ഒരു ആപത്തായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നഹസ് ശക്തമായ ദിവസം ആപത്തുകൾ പ്രതീക്ഷിക്കാം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞതല്ല. ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഏത് സമൂഹത്തിൽ നഹസുള്ള ദിവസമാണ് ആപത്ത് വന്നത് എന്ന് കൃത്യമായി തന്നെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. സഫർ മാസം യാത്ര പറഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വലാണ് വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്ക റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാഹ്. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണേ റഹ്മാനേ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. ഒരു പ്രിയപ്പെട്ട സഹോദരി ആലുവ സ്വദേശിനി, അല്ലാഹുവേ അടുത്ത ദിവസം അവർ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷന് വിധേയയാവുകയാണ്. ഈ പരിപാടി സ്ഥിരം കാണുന്ന സഹോദരിയാ, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. മാനസികമായി വല്ലാത്ത വിഷമത്തിലും പേടിയിലും പ്രയാസത്തിലുമാ നീ മനക്കരുത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഖബർ നീ വിശാലമാക്ക് അല്ലാഹ്. അവരുടെ മരിച്ചുപോയ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിദേശത്ത് ജോലി തേടുന്ന ഞങ്ങളുടെ സഹോദരങ്ങള്, വിദേശത്ത് ജോലി തേടുന്ന ഞങ്ങളുടെ സഹോദരിമാര്, അല്ലാഹുവേ ഖൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്ക് അല്ലാഹ്. അല്ലാഹുവേ വസ്തു വിറ്റു പോകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരു ഉമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അതുപോലെ പലരും അവരുടെ വസ്തു വിറ്റു പോവാനും അത് മുഖേന വലിയ ആവശ്യം നടക്കാനും പ്രത്യേകം ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ നടത്തി കൊടുക്ക് അല്ലാഹ്, നിറവേറ്റ് അല്ലാഹ്. വിറ്റാൽ വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാനുള്ള ഭാഗ്യം നൽകുക അല്ലാഹ്. അല്ലാഹുവേ തലശ്ശേരിയിലുള്ള മൊയ്തു ഹാജി ഈ പരിപാടി സ്ഥിരം കാണുന്ന സഹോദരന പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്, ദീർഘായുസ് നൽകുക അല്ലാഹ്. അല്ലാഹുവേ 40 വയസ്സുള്ളവരുടെ മകൻ 40 വയസ്സുള്ള മകൻ 5 മാസം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ബഹുമാന്യനായ മൊയ്തു ഹാജിയുടെ മരണപ്പെട്ടു പോയ മകന്റെ ഖബർ വിശാലമാക്കുക അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ മാപ്പ് ആക്കി കൊടുക്കുക അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, വിദേശത്തുള്ള ഭർത്താവിന് നടുവേദന, അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ വിഷമങ്ങളെല്ലാം ദൂരീകരിക്കാൻ, കുടുംബത്തിൽ മറ്റു പ്രയാസങ്ങൾ, കുടുംബവുമായി വിദേശത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചത്, അതുമായി ബന്ധപ്പെട്ട് മറ്റു പല തടസ്സങ്ങൾ, അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം വല്ലാതെ പ്രയാസപ്പെടുന്ന വിദേശത്തുള്ള സഹോദരന് വേണ്ടി ദ്വാരക്കാൻ അവരുടെ ഭാര്യ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് എല്ലാ നിലക്കുമുള്ള സൗഖ്യം പ്രദാനം ചെയ്യണമല്ലാ. നിലവിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് മരുന്നിലും ചികിത്സയിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. കടബാധ്യതകൾ നീ തന്നതാ അല്ലാ, കടങ്ങൾ നീ വീട്ടണേ റഹ്മാനേ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ അല്ലാ. ഉംറക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ശ്രമിക്കുന്നവർ, യാത്രക്ക് തയ്യാറായവർ എളുപ്പത്തിലാക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർബന്ധമായവരുണ്ട്, നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിശുദ്ധിയും നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അവസാനം കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.